അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായോ? ഞാനേ ബൾക്കായിട്ട് വെളുത്തുള്ളി വാങ്ങിച്ചിട്ട് പീൽ ചെയ്ത് സ്റ്റോർ ചെയ്യാൻ പോകുന്നതാണ്. നമ്മളെല്ലാവരും നമ്മുടെ ഡേ ടു ഡേ ലൈഫ് എങ്ങനെ ഈസി ആയിട്ട് കൊണ്ടുപോകാം, പ്രത്യേകിച്ച് കിച്ചണിലെ പരിപാടികൾ അല്ലേ, എന്നും കുക്ക് ചെയ്യുന്നവരാ, അതെങ്ങനെ ഈസി ആയിട്ട് കൊണ്ടുപോകാം എന്നതിനെപ്പറ്റി ചിന്തിക്കുന്നവരല്ലേ. അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ എന്താ പറയുക, നമ്മളായിട്ട് കണ്ടുപിടിച്ച ഓരോരോ കുറുക്ക് വഴികളാണ് നമ്മുടെ ടൈം ലാഭിക്കാനും കുറച്ച് സമയമൊക്കെ ഫ്രീ ആയിട്ടിരിക്കാനും വേണ്ടി. അപ്പം ഈ സാറ്റർഡേയിൽ ഞങ്ങൾ പോയപ്പം ഇത് കണ്ടു. അപ്പോൾ ഒരു പാക്കറ്റും കൂടെ ഞാൻ വാങ്ങിച്ചു. അപ്പോൾ ഇതും കൂടെ ഞാൻ തൊലിയെല്ലാം പൊളിച്ച് ഒന്ന് തുടച്ച് ഞാൻ സിബ്ലോ കവറിനകത്താക്കി വെക്കാൻ പോവാണ്. അപ്പോൾ എനിക്ക് ഒരു വർഷത്തേനുള്ളതും കൂടെ കിട്ടും. പിന്നെ പച്ചമുളക് നമ്മൾ ഡെയിലി യൂസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു പച്ചമുളകിൻ്റെ ചെടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയതെടുത്ത് ഞാൻ തുടച്ച് ഫ്രീസറിൽ വെച്ചിരുന്നു. അതാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയല്ല, പക്ഷേ ഫാക്റ്റ് അതാണ്. അതിനകത്തൊരു 2-3 കഷ്ണം കൂടെ മിച്ചരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഫ്രീസ് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ പണി എന്ന് പറയുന്നത്, ഇന്നത്തെ എൻ്റെ അടുത്ത പണി ഈ ഗാർലിക്കും കൂടെ പ്രിപ്പയർ ചെയ്ത് വെക്കുക എന്നുള്ള. അപ്പോൾ അതിന് മുമ്പ് ഞാൻ കഴിഞ്ഞ വർഷത്തെ ഞാൻ ഫ്രീസ് ചെയ്ത് എടുത്ത് വെച്ച എൻ്റെ വെളുത്തുള്ളിയുടെ കവറ് കാണിച്ചു തരാവേ. കണ്ടോ, കറക്റ്റ് ഒരു വർഷമാണോ, ഒരു വർഷത്തെ കൂടുതലായല്ലേ ഇതിന്? ഫ്രീസറിൽ നിന്ന് ഞാനിപ്പോൾ എടുത്തത് ലാസ്റ്റ് പാക്കറ്റാണ് കേട്ടോ. കഴിഞ്ഞ വർഷം ഞാൻ മേടിച്ചതിൽ ലാസ്റ്റ് പാക്കറ്റായത്. സോ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതുപോലെ ബൾക്കായിട്ട് മേടിക്കും. ഇതിപ്പോൾ ഒരു 3.5 കിലോയുടെ ഉള്ളിയുടെ പാക്കറ്റാണേ. ഈ 3.5 കിലോയുടെ ഉള്ളിയുടെ പാക്കറ്റ് വാങ്ങിച്ചിട്ട് ഓഫുള്ളൊരു ദിവസം, ഫ്രീ ആയുള്ളൊരു ദിവസം നോക്കി ഇത് മൊത്തം തൊലി പൊളിച്ചിട്ട് സിപ്ലോ കവറിനകത്താക്കി എയർ ടൈറ്റ് ചെയ്ത് ഫ്രീസറിലോട്ട് കയറ്റി വെക്കും, പാക്കറ്റായിട്ട്. അപ്പോൾ ഒരു 2 മാസത്തിന് ഒരൊറ്റ പാക്കറ്റ് എടുക്കാം, നമുക്ക് വെളിയിലോട്ട് എടുക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ഒരു 2 വർഷമായിട്ട് ഇപ്പോൾ ചെയ്തു പോരുന്നതാണ്. അപ്പോൾ വേണ്ടേ, നമ്മൾ നമ്മുടെ വെളുത്തുള്ളിയുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇനി ഈ 2-3 കിലോ ഉള്ളിയൊക്കെ ഇരുന്ന് പൊളിച്ചെടുക്കുക എന്ന് പറയുന്നത് മെനക്കേടാണോ എന്ന് വെച്ചാൽ അത് മെനക്കേട് തന്നെയാണ്. പക്ഷേ ആവശ്യത്തിന് റെസ്റ്റൊക്കെ എടുത്ത് പതുക്കെ ഇരുന്ന് പൊളിച്ചെടുത്താൽ മതിയെന്നേ, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ വേണ്ട, ഞാൻ ഇത്രയും പൊളിച്ചപ്പോഴത്തേക്കും എനിക്ക് ഇത്രയും കണ്ടോ വെളുത്തുള്ളി കിട്ടി. ഇനി ഞാൻ സെപ്പറേറ്റ് ചെയ്ത് നമ്മുടെ സിബ്ലോ കവറിലാക്കി ഫ്രീസ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഞാൻ പോയിട്ട് ഇനി ഇതുപോലത്തെ എന്തെങ്കിലും പണിയുണ്ടോ എന്ന് നോക്കട്ടെ.